ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 31, 32 വാക്യങ്ങൾ. അവിടെ പറയുന്നത് എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ലൂക്ക 1:31-32. ക്രിസ്മസ് ആഗമനത്തിൻ്റെ ഒരു മെസ്സേജും അതോടൊപ്പം ഉണ്ണീശോയോടുള്ള നൊവേനയും കൂടെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇത് ചൊല്ലാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കൂടെ കേട്ട് നിങ്ങളുടെ മനസ്സ് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരണം ദൈവം മനുഷ്യനോട് ക്ഷമിച്ചതിൻ്റെ, കരുണ കാണിച്ചതിൻ്റെ, അതായത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ചെറുതായി നമുക്ക് വേണ്ടി മനുഷ്യരൂപം ധരിച്ച്, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നമ്മൾ എന്തിൽ കാണുന്നത്? ക്രിസ്മസിൽ കാണുന്നത് അല്ലേ? എസ്മാസ് ആണോ ക്രിസ്മസ് ആണോ? എസ്മാസ് എന്ന് പറയാമോ? എസ്മാസ് എന്ന് പറയാൻ പാടില്ല. കുറെ പേര് എസ്മാസ് എന്ന് പറയും. പണ്ട് എഴുതുന്നതാണ്, പക്ഷെ അത് തെറ്റാണ്. എക്സ് എന്ന് പറയുന്നത് ഒരു പേരില്ലാത്ത അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പൊ പേരില്ലാതെ യേശു അറിയപ്പെടേണ്ട കാര്യമുണ്ടോ? അവൻ്റെ പേര് യേശു, യഹോഷുവ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് യേശു എന്ന നാമം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു, അതായത് യേശു രക്ഷകനാണ്. അപ്പോൾ ഉണ്ണീശോയെ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോഴും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിയാവുന്നവരാണ് ഒത്തിരി പേര്. ഇന്നിപ്പോൾ ധ്യാനങ്ങളും കൺവെൻഷനുകളും യൂട്യൂബിലൂടെയുള്ള വചനങ്ങളും ക്ലാസ്സുകളെല്ലാം കേട്ട് ഒത്തിരി ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാം. അതുപോലെ തന്നെ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഭിഷിക്തൻ അല്ലേ? അപ്പോൾ ക്രിസ്തു, യേശു ക്രിസ്തു നമുക്ക് രക്ഷകനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നു. അപ്പോൾ തന്നെ താഴ്ത്തി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ, മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അങ്ങനെയാണോ ഉണ്ണീശോ? എങ്ങനെ ഇരിക്കണം? ആരെ പോലെ ഇരിക്കണം? മനുഷ്യനെ പോലെ. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. അപ്പോൾ ദൈവം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ദൈവം തന്നെ താഴ്ത്തിയതിൻ്റെ, ചെറുതായതിൻ്റെ ഒരു സന്ദേശമാണ് എന്ത്? ക്രിസ്മസ്. ദൈവം മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് അതിലേക്ക് ഇറങ്ങി വന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ആര്? യേശു ക്രിസ്തു. അപ്പോൾ ആ മനുഷ്യൻ്റെ സങ്കടങ്ങൾ ആർക്കറിയാൻ പറ്റും? ഒരു മനുഷ്യനെ അറിയാൻ പറ്റും. മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ പിറക്കാൻ പോലും ഇടം കിട്ടാതെ ഇനി ഇതിനേക്കാൾ ചെറുതായിട്ട് വേറെ ആരും ഉണ്ടാകരുത്. അത്രക്ക് തന്നെ താഴ്ത്തി എല്ലാവർക്കും എല്ലാം കൊടുത്തവൻ ഒന്നുമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവരുടെ കൂടെ എണ്ണപ്പെട്ടു. അങ്ങനെ ഇനി എന്നേക്കാൾ കുറഞ്ഞവനായി ആരും ഉണ്ടാകരുതെന്ന് ആര് തീരുമാനിച്ചു? ദൈവം തീരുമാനിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞു. നിറകുടം എന്ത് ചെയ്യും? തുളുമ്പും. ഇവിടെ എങ്ങും ഇല്ലെന്ന് തോന്നുന്നു ആള്. ക്രിസ്മസിന്റെ കാര്യം, ക്രിസ്മസ് വരാൻ പോണല്ല ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന്. നിറകുടം തുളുമ്പും. അപ്പൊ സ്വർഗത്തിൽ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു ഭൂമിയിലേക്ക് ഒഴുകിയതാണ് ആൾരൂപം, മനുഷ്യരൂപം ധരിച്ച ആര്? ദൈവപുത്രനായ യേശു ക്രിസ്തു. അതിനൊരു വചനമുണ്ട്, ഏതാണെന്നറിയാമോ? ഗോൾഡൻ വേർഡ്സ്, സുവർണലിഖിതം എന്ന് പറയും ബൈബിളിൽ. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ആഘോഷമാണ് എന്ത്? ക്രിസ്മസ്. അപ്പോൾ ദൈവം മനുഷ്യരൂപം ധരിച്ചു. ദൈവം മനുഷ്യനോട് ഒന്നായി തീർന്നതിൻ്റെ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ തിരുനാളാണ്, ആഘോഷമാണ് എന്ത്? ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ശരിക്കും നമ്മളെ പഠിപ്പിച്ചിരുന്നത് എന്താണ്?
പങ്കുവെക്കലിൻ്റെ മഹത്വം ദൈവം തന്നെ നമുക്ക് വേണ്ടി പങ്കുവെച്ചു. അതുകൊണ്ട് വഴക്കും വാശിയും വൈരാഗ്യവും കുറ്റം പറച്ചിലും കുശുമ്പും കുന്നായ്മയും അസൂയയും അത്യാഗ്രഹവും വേറെ വല്ലതും പറയണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഈ ആഗമന കാലം, അതായത് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിസംബർ 1 മുതലുള്ള ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ വെട്ടിയൊരുക്കി ശുദ്ധീകരിച്ച് അവനവനെ തന്നെ ശുദ്ധീകരിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്താണെന്ന് അറിയാമോ? എന്താണ് പറയും? സെൽഫ് റിയലൈസേഷൻ. തന്നെ അറിയുക. തന്നെ അറിയാതെ മാറ്റം വരുത്താൻ പറ്റുമോ? അപ്പം നമ്മളെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ കളകൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, ദുശീലങ്ങൾ അതെല്ലാം മാറ്റി മദ്യപിക്കുന്നവൻ ഇനിമേൽ മദ്യപിക്കരുത്, പുകവലിക്കുന്നവൻ പുകവലിക്കരുത്, വേറെ ഏതെങ്കിലും തരത്തിലുള്ള തഴക്കദോഷമോ ദുശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നാവിനെയൊക്കെ നിയന്ത്രിച്ച് ദൈവമേ കർത്താവേ എന്ന് വിചാരിച്ച് കൂദാശകളൊക്കെ സ്വീകരിച്ച് എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ശുദ്ധീകരിക്കുന്നത്. കുമ്പസാരം അല്ലേ? കുമ്പസാരത്തിന് പകരം വേറെ ഒന്നുമില്ല, കുമ്പസാരം മാത്രം. അപ്പോൾ ദൈവത്തോട് ഇനി അക്രൈസ്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് മാപ്പും പൊറുതിയും പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ക്രൈസ്തവരാണെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങണം. ജീവിതത്തിൽ ഒരിക്കലും കുമ്പസാരിക്കാതിരിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുമ്പസാരത്തെക്കുറിച്ച് തെറ്റായ അറിവും തെറ്റിദ്ധാരണകളും ഒക്കെ ഉള്ളവരും അങ്ങനെ പറഞ്ഞു വരുത്തുന്നവരും വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. കർദിനാൾ ന്യൂമാൻ്റെ കഥ വായിച്ചത് ഓർക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിൽ വന്ന വ്യക്തിയാണ് കർദിനാൾ ന്യൂമാൻ. ഈ കുമ്പസാരം ഒറ്റ കാര്യമാണ്. അതായത് അദ്ദേഹം ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ കുമ്പസാരിക്കാനായിട്ട് ഭയങ്കര ക്യൂ, ആകെ ഇരുട്ട് കയറി വിഷമിച്ച് വരിഞ്ഞു മുറുകയാണ് കുമ്പസാരക്കൂടിലേക്ക് ആളുകൾ ഓടി അണയുന്നത്. പക്ഷെ കുമ്പസാരിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നവരുടെ മുഖത്ത് അപ്രകാശവും സന്തോഷവും ഒന്നിനോട് ഉപമിക്കാൻ പറ്റിയതല്ല എന്ന് ആർക്ക് മനസ്സിലായി? ഈ ന്യൂമാന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം കത്തോലിക്ക സഭയിൽ വന്നു ഒരു പുരോഹിതനായി, മെത്രാനായി, പിന്നെ എന്ത് ചെയ്തു? കർദിനാളുമായി. അപ്പോൾ കർദിനാളന്മാരുടെ സംഘമാണ് മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കുമ്പസാരം ഒറ്റ കാര്യം, ആ ഒരു കാര്യത്തിന് വേണ്ടി അതിലൂടെ വരുന്ന മാറ്റങ്ങളാണ്. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറയുന്ന കാര്യം ഇതാണ്: കുമ്പസാരത്തിലൂടെ മാനസിക രോഗം പോലും സുഖപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. വൃത്തിയായിട്ട് കുമ്പസാരിക്കണം. അല്ലാതെ അവരുടെ അവർ കാണിച്ചത് ഇവർ കാണിച്ചത്, തോണ്ടിയത്, മാന്തിയത്, പിച്ചത്, അവരുടെയും കുറവും കുഴപ്പമില്ല. സ്വന്തം പാവങ്ങൾ എങ്ങനെ വേണം? ഒരു ലിസ്റ്റ് പോലെ പോയി പറയല്ല, അനുതാപത്തോടെ ഓടി അണയണം അല്ലേ? ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വന്ന മാനസികാവസ്ഥ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാ? നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന്. അപ്പം പിതാവിൻ്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ മടങ്ങി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് നഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്കുകളൊന്നും നിരത്തുന്നില്ല. അന്ന് മുതൽ അപ്പനുള്ളതെല്ലാം അവനുള്ളതാണ്. ഇത് തന്നെയാണ് കുമ്പസാരിച്ച് മടങ്ങി വരുമ്പോൾ ആത്മീയവും ഭൗതികവും മാനസികവുമായ എല്ലാ അനുഗ്രഹങ്ങളും 10 മടങ്ങായിട്ട് ലഭിക്കും. ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കും. പുൽക്കൂട് സ്വർഗമായി മാറും. പുൽക്കൂട്ടിലേശു ജനിച്ചാൽ പാപി വിശുദ്ധനായി തീരും. ഉള്ളത്തിലേശു ജനിച്ചാൽ പുൽക്കൂട് സ്വർഗമായി മാറും. എപ്പോഴാ? പാടാൻ തോന്നണ്ട? അവർ രണ്ടുപേരും പാടിയാല? അയ്യോ, നമ്മളെ വെറുതെ വിട്ടേക്കുന്നത്. പുൽക്കൂട്ടിൽ യേശു ജനിച്ചാൽ പുൽക്കൂട് എന്തായി മാറും? സ്വർഗമായി മാറും. യേശു ജനിച്ചില്ലെങ്കിൽ എന്താ? ഓക്കെ, നാറ്റവും അല്ലേ, കാലികളും ഗോമൂത്രവും ചാണകവും എല്ലാം അടങ്ങുന്ന ഒരു വില കുറഞ്ഞ അവസ്ഥയിൽ തന്നെ കിടക്കും. യേശു ആ പുൽക്കൂട്ടിൽ പിറന്നപ്പോൾ പുൽക്കൂട് എന്തായി മാറി? ഇന്നും ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതൊരു നാഴികക്കല്ലായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ യേശു ജനിച്ചാലും സംഭവിക്കുന്ന ഇതാണ്: പാപി വിശുദ്ധനായിട്ട് മാറും. ഉണ്ണീശോ പുൽക്കൂട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവം? ഇതെന്താ ഇൻ്റർവ്യൂ ആണെന്ന് ചോദിക്കും. ഉണ്ണീശോൻ്റെ നൊവേന ചൊല്ലാട്ടാ. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഷെയർ ചെയ്യുകയാണ്. കാരണം ആഗമന കാലം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ വല്ല അനുഭവങ്ങളുണ്ടോ? എനിക്ക് 1-2 അനുഭവങ്ങളുണ്ട്, ഞാനത് പറയാം. നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടോ? ക്രിസ്മസ് എന്തുകൊണ്ടാണ് ഇഷ്ടം? ക്രിസ്മസ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം, സ്റ്റാർ ഉണ്ടാക്കാം, പിന്നെ എന്ത് ചെയ്യും? സ്റ്റാർ ഉണ്ടാക്കും. കല്യാണത്തിന് മുമ്പൊക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ണീശോനെ വെക്കും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ പണ്ട് പുൽക്കൂട് കെട്ടിയൊരു കഥ കേൾക്കണം.
ആദ്യമായിട്ട് അപ്പച്ചൻ പുൽക്കൂട് കെട്ടിത്തന്നതാ. പിള്ളേർക്കൊക്കെ ഇത്തിരി അറിവ് വെക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ എന്തോ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന അവസ്ഥയാണ്. പുൽക്കൂടൊക്കെ കെട്ടി തന്നിട്ട് പോണില്ല, വന്നും പോയും പുൽക്കൂട്. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ രൂപക്കൂടിൻ്റെ മുമ്പിലൊക്കെ ചെയ്യുന്നത് എന്താ, തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ പുൽക്കൂട് കെട്ടി തന്നു വെച്ചാൽ പുല്ലും വൈക്കോലും വെച്ചാണ്. പിന്നെ തക്കാളി ബൾബ് കണ്ടിട്ടുണ്ടോ, ഈ സ്റ്റീരിയോ ലൈറ്റില്ലേ സെറ്റ്? നല്ല തക്കാളി അല്ലേ, രാത്രിയാകുമ്പോൾ നല്ല തക്കാളി പഴുത്ത് കിടക്കണ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ തക്കാളിയാണ്. അതിൻ്റെ അകത്ത് ബൾബുണ്ട്, അതിങ്ങനെ കത്തി കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് എനിക്ക് ഭക്തി മൂത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? എന്ത് ചെയ്ത് ഒന്ന് പറയും, പറഞ്ഞിട്ടുണ്ടോ? തിരി കത്തിച്ച് വെച്ച് തിരി മറിഞ്ഞ് വീണിട്ട് പുൽക്കൂടിന് തീ പിടിച്ച്. അന്ന് ഞങ്ങളുടെ ഓട് വീടാണ്, പട്ടികയും കഴുക്കോലും എല്ലാം ഉണ്ട്. വയറുമേ കൂടെയൊക്കെ തീ, പ്ലാസ്റ്റിക്കിൻ്റെ വയറ് കത്തി അങ്ങനെ ഉണ്ടാകും. വൈക്കോലും എല്ലാം കൂടി തീ പിടിച്ചിട്ട് എന്ത് പറ്റി, അവിടെ ഒരു ഭദ്ര ചേച്ചിയുടെ വീടുണ്ട്. അവിടെ നിന്നാണ് പശു വളർത്തന്ന് അവിടെ ഉള്ളത്. അപ്പം അവിടെ നിന്ന് വൈക്കോല് മേടിച്ചാണ് കൊണ്ടുവന്ന് കെട്ടിയത്. വൈക്കോലിൽ തീ പിടിച്ചാലുള്ള കഥ എന്താ, അത് പട്ടിയെ മേലോട്ട് പിടിച്ച് വീടിൻ്റെ പട്ടിയെ കത്തി തുടങ്ങി. അമ്മ എല്ലാത്തിനും മതിയായ ആളായിരുന്നു. അമ്മ ഏത് സാഹസ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഭയങ്കര കഴിവായിരുന്നു. ഭയങ്കര കെടുത്ത ഡൗണായി പോകില്ല. അപ്പോൾ അമ്മ പാഞ്ഞെത്തി. അപ്പച്ചനൊന്നും വീട്ടിലില്ല. വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് മണ്ണൊക്കെ വാരിയിട്ട്, എൻ്റെ ദൈവമേ, തെക്കും തിരക്കിനിടയിൽ എന്ത് പറ്റി, ഉണ്ണീശോൻ്റെ തല പൊട്ടിപ്പോയി. ഉണ്ണീശോൻ്റെ തല പൊട്ടിപ്പോയ ഉണ്ണീശോ തെറ്റ് കൊണ്ടുവന്നപ്പോൾ എല്ലാവരെയും കൊണ്ടുവരലും വിളിച്ച് കാണിക്കലും വിളിച്ച് കയറ്റലും കൊണ്ടു നടന്ന് കാണിക്കലും. ഉണ്ണീശോക്ക് തല പൊട്ടിപ്പോയപ്പോഴാണ് പുൽക്കൂട് കത്തിപ്പോയതിലല്ല സന്തോഷം. ഉണ്ണീശോ പൊട്ടിപ്പോയി. ഭയങ്കര ദുഃഖമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. അന്ന് തന്നെ അത് തന്നെ മേടിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥയില്ല. അപ്പോൾ ഒത്തിരി പറഞ്ഞാണ് അന്ന് അങ്ങനെ അമ്മയുടെയും കൂടെ റെക്കമെൻഡേഷൻ കാരണം പുൽക്കൂട് കെട്ടി. അപ്പൻ വാൽനക്ഷത്രം കെട്ടി ഉണ്ടാക്കി. അപ്പൻ്റെയൊക്കെ പണ്ടത്തെ ഓർമ്മയിൽ കെട്ടി ഉണ്ടാക്കി അതിലിങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കും. മനസ്സിലായ? ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ആ വിളക്ക് കത്തിച്ച് വെക്കുന്നു, അല്ലാതെ ലൈറ്റല്ല ഇട്ടത്. അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ എക്സ്ട്രാ പണി നടത്തി പുൽക്കൂട് കത്തിപ്പോയി. ഉണ്ണീശോ തകർന്നു പോയപ്പോൾ എന്ത് പറ്റി, പുൽക്കൂട്ടിലെ ബാക്കി എല്ലാവരും ഉണ്ട്, എല്ലാവരും മറിഞ്ഞും തെറിച്ചും പോയെങ്കിലും ഉണ്ണീശോ ഇല്ലാത്ത പുൽക്കൂട് പൂർണ്ണമാകും. പിന്നെ ആ സെറ്റ് വെക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഉണ്ണീശോ ഇല്ലെങ്കിൽ, ഈശോ ഇല്ലെങ്കിൽ പോയി, എല്ലാ സന്തോഷവും പോയി. ഒട്ടകം ഉണ്ടായിട്ട്, ആടുണ്ടായിട്ട്, കാലി ഉണ്ടായിട്ട്, മറ്റ് പുൽക്കൂട്ടിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ആട്ടിടയന്മാരും മാതാവും ഔസപിതാവും എല്ലാവരും ഉണ്ട്. പക്ഷെ ക്രിപ്സെറ്റ് പൂർണ്ണമാണെങ്കിൽ ആര് വേണം? ഉണ്ണീശോ ആണ് അതിൻ്റെ കേന്ദ്രഭാഗം. അപ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗമാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? എന്നും നിലനിൽക്കുന്ന ഹാപ്പി ക്രിസ്മസ്, യഥാർത്ഥമായ സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിന് ഒരുങ്ങനെയാണ്. പല വീടുകളിലും നക്ഷത്രങ്ങളൊക്കെ 1-ാം തീയതി തന്നെ തൂക്കി. ചിലർ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് ആ 24-ാം തീയതി ആയാലേ തൂക്കി തരുള്ളൂ. പണ്ടൊക്കെ അത് നിയമവും വാശിയായിരുന്നു. പക്ഷെ ഇപ്പം അച്ഛന്മാരൊക്കെ പ്രസംഗത്തിലൊക്കെ പറയുന്നുണ്ട് 1-ാം തീയതി തന്നെ തൂക്കണം, ക്രിസ്മസിൻ്റെ വരവിനെ വിളിച്ചറിയിക്കണം. വേറൊരു സ്ഥലമുണ്ട്, ഒരുപാട് നക്ഷത്രം ഇതിനു മുമ്പേ നവംബർ പകുതി ആയപ്പോഴേ തൂക്കി. ഏതാ സ്ഥലം എന്നൊന്ന് ഗസ് ചെയ്യാമോ? സൂപ്പർ മാർക്കറ്റുകളിൽ. സൂപ്പർ മാർക്കറ്റ് 2-ാം സ്ഥാനം, 1-ാം സ്ഥാനം ബാറ്. ബാറുകളിലാണ് ഏറ്റവും കൂടുതൽ നക്ഷത്രം. പിന്നാളൊരു ചേട്ടൻ പറഞ്ഞോ, കുടിയൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി, പക്ഷേ ക്രിസ്മസ് ആയപ്പോൾ 4 കാലല്ലേ. അപ്പോൾ പറഞ്ഞ ഇതാണ്, നക്ഷത്രം കണ്ട് വീണു പോയതാണ്. നക്ഷത്രം നോക്കി നിന്ന് പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ ബാറുകളിൽ നോക്കി നിൽക്കുന്നത് കണ്ട് പഴയ ഒരാസക്തി, ആ അഡിക്ഷൻ പൊങ്ങി വന്ന് വീണ്ടും പോയി കുടിച്ച് നശിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ക്രിസ്മസിൻ്റെ അനുഭവം. പിന്നെ ക്രിസ്മസ് കേക്കൊക്കെ പങ്കുവെക്കൂലേ? ക്രിസ്മസ് കേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് മനുഷ്യർക്ക് ഇതിനൊന്നും പഞ്ഞൊന്നുമില്ല. എവിടെന്നെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ. അതുകൊണ്ട് ഈ ക്രിസ്മസ് മെസ്സേജ് കേൾക്കുമ്പോൾ ഓർത്തോ, നമുക്ക് തന്നവർക്കല്ല തിരിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് തരാൻ കഴിവില്ലാത്തവർ, ചിലപ്പോൾ പ്രായമായ അപ്പനും അമ്മയൊക്കെ ഒറ്റക്കൊക്കെ താമസിക്കുമെങ്കിൽ ആ മോൻ നോക്കട്ടെ ഈ മോൻ നോക്കട്ടെ എന്നല്ല, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം അല്ലേ? അവർക്കൊരു ബേസിക് കേക്കെങ്കിലും അല്ലെങ്കിൽ ഒന്ന് അവരെ വീട്ടിൽ കൊണ്ടുവരണം. വഴക്കുകളൊക്കെ, കൂടപ്പറപ്പങ്ങളൊക്കെ വഴക്കൊക്കെ അവസാനിപ്പിച്ച് ക്രിസ്മസിൻ്റെ യഥാർത്ഥ മധുരം, അല്ലെങ്കിൽ തിന്ന് വയറ് നിറന്ന് പലതരം കേക്കുകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ പണ്ടത്തെ പ്ലം കേക്കൊക്കെ മാറിയിട്ട് വേറെ പല രൂപത്തിലാണ്. പക്ഷെ തിന്ന് വയറ് നിറക്കുന്ന ഷുഗറും ഈ ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും ലാബിലും ഹോസ്പിറ്റലിലൊക്കെ മുട്ടം തിരക്കുക. എന്താ ഉള്ള കേക്കും വൈനും എല്ലാം അടിച്ച് കയറ്റിയിട്ട് ഷുഗറും
പിന്നെ ഇഞ്ചിയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഓറഞ്ചിൻ്റെ തൊണ്ടൊക്കെ അധികം ഇടുമെന്ന് പറയണം കേക്കിലൊക്കെ. ഈ എസൻസും എല്ലാം കൂടെ ആയിട്ട് വലിച്ചു വാരി തിന്നും. അപ്പോൾ പങ്കുവെച്ച് കഴിക്കുക. ക്രിസ്മസ് കേക്കൊക്കെ പങ്കുവെച്ച് കഴിക്കുക. തരുന്നവർക്കെല്ലാം നമുക്ക് തിരിച്ച് തരാൻ കഴിവില്ലാത്തവർക്ക്. നമ്മളിപ്പോൾ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷ ക്രിസ്മസിനോടനുബന്ധിച്ച് തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണപ്പൊതികൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത് എന്തൊക്കെയാണ് പുതപ്പൊക്കെ കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ ഒരു സ്ഥാപനത്തിലെ അമ്മമാർക്ക് നൈറ്റ് വിതരണം ചെയ്ത്. ഇത് പരസ്യത്തിന് വേണ്ടി പറഞ്ഞതല്ല. എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് വിഷമിച്ച് പിടികിട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കണ്ണ് തുറന്നാൽ നമുക്ക് ചുറ്റും ധാരാളം സാഹചര്യങ്ങളുണ്ട്. നമുക്ക് തിരിച്ച് തരാൻ കഴിവില്ലാത്ത, എന്നാൽ സ്വന്തമായിട്ട് വാങ്ങാനോ ആരും കൊടുക്കാനോ ഇല്ലാത്ത പല വഴികളും പല സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കടത്തിണ്ണകളിലും വഴിയരികിലും പാലത്തിനടിയിലൊക്കെ എറണാകുളത്ത് കിടക്കുന്നവർക്കാണ് നമ്മുടെ കൂട്ടായ്മ ഒന്ന് ചേർന്ന് ബിഷപ്പിൻ്റെ വിളി എന്നാണ് ആ കൂട്ടായ്മയുടെ പേര്. എറണാകുളം ജനമൈത്രി പോലീസിൻ്റെ കൂടിയിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴേ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇപ്പോൾ ആള് ഇപ്പോൾ ഈ കളർ ഇത് ഹാപ്പി ക്രിസ്മസ് പപ്പാഞ്ഞിയുടെ ഉടുപ്പിൻ്റെ കളറൊക്കെയാണ് പോയി മാറിയിട്ട് വന്ന് സെറ്റായി വന്നതല്ലേ. പപ്പാഞ്ഞിയുടെ ഇട്ടതല്ല, മനഃപൂർവ്വം ആയിപ്പോയി അങ്ങനെ. അപ്പൊ കൊള്ളാം. എന്നാ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഈ അനുഭവങ്ങളൊക്കെ വേറെ വല്ലതും പറയാനുണ്ടോ? എനിക്കൊരു കാര്യം കൂടെ ഓർമ്മയുണ്ട്, അതും കൂടെ പറഞ്ഞോട്ടെ. ബോറടിക്കില്ലല്ലോ. ഇവരൊക്കെ ആദ്യമായിട്ട് കേൾക്കണേന്ന്. നിങ്ങളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ് നൊസ്റ്റാൾജി എന്നൊക്കെ പറയും. അതായത് ഭയങ്കരമായ നല്ല രീതിയിൽ ജീവിച്ച അവസ്ഥകളുണ്ട്. എല്ലാം അപ്പച്ചൻ്റെ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി പോയ, അങ്ങനെ അപ്പച്ചൻ മദ്യത്തിലൊക്കെ അടിപ്പെട്ട് ഞങ്ങൾ നശിച്ച് വെണ്ണീറായി പോയ പോലത്തെ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം കേക്കൊന്നും മേടിക്കാനായിട്ട് കാശില്ല. പക്ഷേ തറവാട്ടിലും അപ്പൻ്റെ തറവാട്ടിലൊക്കെ വിളിച്ചിട്ട് നല്ല കേക്കൊക്കെ അവർ തരും. പക്ഷെ നമ്മൾ പിള്ളേരായതുകൊണ്ട് ഈ ബസ്സിന് പോകാൻ തരുന്ന പൈസ, അന്ന് എത്ര പൈസയാണ് നിങ്ങളുടെ അവിടെയൊക്കെ? എത്ര? ഞങ്ങളുടെ ഇവിടെ 10 പൈസയാണ്. 10 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും 10, 20. അപ്പം ക്രിസ്മസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? കശുവണ്ടിയൊക്കെ പിറക്കി വെച്ച് അതൊക്കെ വിൽക്കും. അടക്ക ഇങ്ങനെയൊക്കെ വീണ് കിട്ടുന്നത് അതൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യും. ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നും പറഞ്ഞിട്ട് നേരത്തെ മുതലേ പരീക്ഷ തീരാൻ വേണ്ടി കൊതിയാണ്. അപ്പോൾ അങ്ങനെ ബസ്സിന് പോകാൻ തരുന്ന 10 പൈസ ബസ് വരുന്ന അതേ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. ഓട്ടോണ് ബാഗും തൂക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? വേഗം ആദ്യം വീട്ടിലെത്തണം. ബസ്സിന് തന്നെ വന്നെന്ന് വീട്ടുകാർ വിചാരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യും. എവിടെയാണ്? കോയവിള സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വരെ അവിടെ തന്നെ ഉണ്ടായ. ഞാനിവിടെ പാലാരോട്ടം സെയിൻറ്റ് റാഫേൽ പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെയിൻറ്റ് റീത്താസ് പൊന്നുരുന്തി, നമ്മുടെ തിയോഫിനച്ചൻ്റെ ദേവദാസൻ തിയോഫിനച്ചൻ്റെ പള്ളിയുടെ തൊട്ടരികിലുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അനുഭവങ്ങളാണ് ഒത്തിരി പറഞ്ഞത്. വചനവും പറഞ്ഞ് അനുഭവങ്ങളും പറഞ്ഞ്. അപ്പോൾ പ്രാർത്ഥന വേറെ അടുത്ത വീഡിയോ ഇടാം അല്ലേ? നൊവേന, ഉണ്ണീശോയുടെ നൊവേനയുണ്ട്, പ്രതിഷ്ഠാ ജപമുണ്ട്, അനുഭവങ്ങളാണ്. അപ്പോൾ പഠിച്ചത് സെയിൻറ്റ് റീത്താസ് പൊന്നുരുന്തിയിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന ഈ കപ്പുച്ചിനാശ്രമത്തോട് ചേർന്നൊരു ബേക്കറി ഉണ്ട്. തിയോഫിനച്ചൻ്റെ പള്ളിയോട് ചേർന്ന് അവരുടെ തന്നെ അച്ഛന്മാരുടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ കേക്കും ഇതൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഈ പൈസ കൂട്ടി വെക്കണത് എന്തിനാണെന്ന് അറിയാമോ? 1.5 രൂപയാണ് കേക്ക് പൊടി. കേക്ക് കട്ട് ചെയ്യണതിൻ്റെ പൊടിയില്ലേ, ഒരു ചെറിയ ഇച്ചിരി കഷ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ കഷ്ണം കിട്ടാൻ ഭയങ്കര കൊതിയാണ്. അപ്പോൾ അത് 2 പാക്കറ്റ് 3 പാക്കറ്റ് 4 പാക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് പോയ അവസരങ്ങളുണ്ട് കേക്കിൻ്റെ പൊടി. പക്ഷേ ഇന്ന് ദൈവം കേക്ക് നമുക്ക് വേണ്ട. അതുപോലെ കൂട്ടായ്മയിലായാലും എന്തോരം കേക്കൊക്കെ മുറിച്ച് പങ്കുവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരായ അവർക്കൊക്കെ ഭയങ്കര കൊതിയാണ്. അപ്പോൾ എല്ലാവർക്കും കൊതി തീരെ കേക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കൊടുക്കണ്ടേ നമുക്ക്? കൂട്ടായ്മയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാവും. കഴിഞ്ഞ 2 വർഷമായിട്ട്, മുൻപ് പ്രശാന്ത് അച്ഛൻ വരുമായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ബിനോലീൻ അച്ഛൻ, കപ്പുച്ചിനില തിയോഫിൻ ഗിൽഡ് ഡയറക്ടർ അച്ഛനാണ് നമുക്ക് വന്ന് ക്രിസ്മസ് കേക്ക് പങ്കുവെച്ച് ക്രിസ്മസിൻ്റെ മെസ്സേജൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ വരുന്നത്. അപ്പം ക്രിസ്മസിൻ്റെ കുറേ ഓർമ്മ, പിന്നെ ലക്കി ഡിപ്പൊക്കെ ഉണ്ട്. വരുന്നവർക്ക് നമ്മൾ ടോക്കണൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ലക്കി ഡിപ്പ് എടുത്ത് എന്തെങ്കിലും ഒരു സമ്മാനങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ചധികം സമ്മാനങ്ങൾ അങ്ങനെ കൊടുക്കും. ക്രിസ്മസിന് പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ, കേക്കാ അല്ലെങ്കിൽ ക്രിസ്മസിന് നല്ലൊരു, അല്ലെങ്കിൽ ക്രിസ്മസിന് നല്ലൊരു കുളി വിളിക്കാൻ പറ്റിയ സോപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കും. എന്തായാലും വളരെ ജോയ്ഫുള്ളായിരിക്കും ക്രിസ്മസിൻ്റെ ആ സെലിബ്രേഷനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ
അനുഭവങ്ങൾ. ഇപ്പം അപ്പനും ഇല്ല, അമ്മയില്ല, ആരും ഇല്ല. പക്ഷേ ജോലിയുടെ അപ്പനും അമ്മയൊക്കെ ഉണ്ട് അല്ലേ? ആയുസോടെ ഇരിക്കണം, ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പം ഇന്നിപ്പം നമ്മളും അപ്പനും അമ്മയായിട്ട് മക്കളുമായിട്ട് ആ ഈ 2024 ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ആഗമന കാലത്തിൽ ഒരുക്ക ശുശ്രൂഷയിലാണ്. അതിനു വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നമ്മളും ഇറങ്ങേണ്ട കാര്യത്തിന് ഇറങ്ങാനും താഴാനും ചെറുതാകാനുമുള്ള ഒരു മെസ്സേജാണ്. ദൈവം നമ്മളോട് ക്ഷമിച്ചതിൻ്റെ, ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ, ദൈവം നമ്മളോട് കരുണ കാണിച്ചതിൻ്റെ മെസ്സേജാണ്. അല്ലാതെ കോഴിയും പോർക്കും പന്നിയും താറാവും ഒരുപാട് വിഭവങ്ങളെല്ലാം തിന്നിട്ട് ഒരു മാനസികമായും ആത്മീയമായും ഒരു മാറ്റം ഇല്ലെങ്കിൽ ശാരീരികമായി ഒരുപാട് കേടേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇത് കഴിയുമ്പോൾ ദഹനക്ഷയവും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിത്തീരും. അപ്പം നമുക്ക് കിട്ടുന്ന നന്മകൾ അതില്ലാത്ത മറ്റനേകരുണ്ട്. ചെറിയ രീതിയിലെങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ ഉപവസിച്ച് പോക്കറ്റ് വീർപ്പിക്കാനാണ് അല്ല, ഉപവാസത്തിൻ്റെ ആ പങ്ക് എന്ത് ചെയ്യണം? അതില്ലാത്തവരുമായിട്ട് ഈശോ തന്നെ നമുക്ക് വേണ്ടി നൽകിയതുപോലെ നമ്മൾ സാധിക്കുന്ന രീതിയിൽ നമ്മളാൽ പറ്റുന്ന നന്മ, ത്യാഗപൂർണമായ നന്മകൾ ചെയ്യുക. അത് പള്ളിയിലും ഭണ്ഡാരത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലും കൊണ്ടുപോയി ഇടണമെന്നോ കൊടുക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ സ്വന്തത്തിലും ബന്ധത്തിലും ഉണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, നമ്മുടെ ചുറ്റുള്ളവരുണ്ട്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടൊരു കുപ്പി പൊട്ടിക്കലുണ്ട്, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നതായിട്ട് ഇവിടെ. 24-ാം തീയതി രാത്രി ആകാൻ വേണ്ടി കാത്തിരിക്കും, ബിയറും ബ്രാൻഡിയും റമ്മും പറഞ്ഞ് പൊട്ടിച്ച് ഇത്രയും ദിവസം ഉണ്ടായ സമാധാനം മൊത്തം തകർക്കുന്ന. ഇതൊന്നും ഇല്ലാതെ ഇത്രയും ദിവസം ഒരു ആത്മീയ ലഹരിയിൽ നിങ്ങൾ പിടിച്ചു നിന്നില്ലേ? അതുപോലെ ഒന്ന് പിടിച്ചു നിൽക്ക്. അപ്പോൾ പുൽക്കൂട് സ്വർഗമായി മാറും, പാപി വിശുദ്ധനായി തീരും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഉണ്ണീശോയുടെ നൊവേനയും പ്രതിഷ്ഠാജപവും മറ്റൊരു വീഡിയോയിൽ തരുന്നതാണ്. കാരണം ഇതൊരു ഇത്രയും നീണ്ടുപോയ ഒരു മെസ്സേജാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസുകൾ അയക്കാം, വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ഞങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും പ്രോഗ്രാമുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാം. അത് കിട്ടാത്ത ഇപ്പം നിങ്ങളുടെയൊക്കെ നമ്മൾ കുറച്ച് പേരെ ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. നമ്മൾ തനിച്ചല്ല അല്ലേ, ജീവനുള്ള ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടാണ്. കാരണം എന്നോട് പലരും പറയാറുണ്ട്, ഒരു മെസ്സേജിന് വേണ്ടി, വീഡിയോന് വേണ്ടി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി അനക്കവും ഒത്തിരി സന്തോഷമുണ്ട്, ഇനിയും ഞങ്ങൾക്ക് കിട്ടണമെന്ന് അല്ലേ. അപ്പം സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. വീണ്ടും നമുക്ക് കാണാം. പ്രൈസ്